We are in Pune, Lonavala. പൂനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ട്രിപ്പ് അല്ല ഇത്. എന്റെ വെലീച്ചി ഇവിടെ സെറ്റിൽഡ് ആണ്. വെലീച്ചിയും ശ്രീയാണ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത്. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് കൊച്ചേച്ചിയും വന്നു. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രിപ്പ്. ഇതാണ് ഞങ്ങളുടെ വെലീച്ചി. ഇപ്പൊ കാണുന്നില്ല, ഞാൻ കുറച്ച് മുമ്പ് പറയും. നീ എന്താ ഇവിടെ ഇവിടെ ബാക്കിൽ ഞങ്ങളുടെ കൂടെ? നേരെ വെല്ലീച്ചയുടെ വീട്ടിൽ വന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഐ ലവ് ഹൗ ഷീസ് കെപ്റ്റ് ഹർ ഹോം. അപ്പൊ വീടൊക്കെ ചെറുതായിട്ട് കറങ്ങി കണ്ടു, പപ്പീസായിട്ടൊക്കെ കളിച്ചോണ്ടിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കൊച്ചേച്ചിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പാതിരാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കൊച്ചേച്ചി അത് വിശ്വസിച്ചു. അതുകൊണ്ട് ഇത്ര ഞെട്ടിക്കാൻ പറ്റിയത്. കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഞങ്ങൾ വീട്ടിൽ പോയി വെലീച്ച ഉണ്ടാക്കി വെച്ചിരുന്ന നല്ല സൂപ്പർ ഡിന്നർ ഒക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പത്തേനും ഞാൻ ഭയങ്കര ടയർഡായി പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റിട്ട് ഒരു സ്ലോ മോർണിംഗ് ആയിരുന്നു. വെലീച്ച രാവിലെ തന്നെ എണീറ്റ് എല്ലാവർക്കും ഉള്ള ദോശ, ഇഡ്ഡലി, ചമ്മന്തി ഒക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങൾ ഇന്നലത്തെ ബീഫും കുറച്ചെടുത്തു. കൂടെ നല്ല കടുപ്പമുള്ള അടിച്ച് പടപ്പിച്ചൊരു കോഫി. ഇനി എന്തോ വേണം? ഞാനും വെലീച്ച ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ചാച്ചന് ഇപ്പോഴും ഉറക്കാണ്. ഞങ്ങളും വിചാരിച്ചു ക്ഷീണമൊക്കെ മാറി പതുക്കെ എണീറ്റ് വരട്ടെ. പിന്നെ വെലീച്ചയുടെ ഗാർഡൻ കാണാൻ പോയി. കുറെ ടൈപ്പ് ഫ്ലവർ പ്ലാന്റ്സും വെജിറ്റബിൾ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. കുറെ വലിയ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചെറിയ കാക്ടസ് പ്ലാന്റ്സ് ആണ്. എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വെലീച്ച ഗേവ് മി എ റോസ് ഫ്രം ഹർ ഗാർഡൻ. പിന്നെ കുറച്ചു നേരം ഫ്രണ്ട്സ് ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേനും ചാച്ചൻ എണീറ്റ് ഞങ്ങൾ എല്ലാവരും റെഡിയായി പൂനെ കാണാൻ ഇറങ്ങാൻ പോവാണ്. കാതികൻ എങ്ങോട്ടാ? മീൻ മാർക്കറ്റ് അല്ലെന്ന്, ഫ്ലീ മാർക്കറ്റ്. ഇതാട്ടോ നമ്മൾ പൂനെയിൽ റെന്റിനെടുത്ത വണ്ടി. എർട്ടിഗയാണ്. ഇതിൽ 2 ഫ്യൂൽ യൂസ് ചെയ്യാം, പെട്രോളും യൂസ് ചെയ്യാം, അതുപോലെ CNGയും യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് AC ഇട്ട് സ്ഥലം വിട്ടേക്കാം. ഞങ്ങൾ ഈ ഒരു മാർച്ച് സമയത്തൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കേരളത്തിലെ പോലെ ഹ്യൂമിഡ് അല്ല, അതുകൊണ്ട് ഈവനിങ്ങിലൊന്നും നമുക്ക് അങ്ങനെ വേർക്കത്തില്ല. ഇപ്പൊ നമ്മൾ പോകുന്നത് ലോനാവല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ലോനാവല ഇസ് നോൺ ആസ് ദി ജുവൽ ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്. ഇവിടെ കുറെ കേവ്സും ഹൈക്കിങ്ങും ട്രക്കിങ്ങും ചെയ്യാൻ കുറെ സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് വെലീച്ച പറഞ്ഞത്. പക്ഷേ ഈ ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പോകുന്ന വഴി ഒരു ലേറ്റ് ലഞ്ച് കഴിക്കാൻ നമ്മൾ റാഫേസ് ദസ്തർഖ്വാൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി. റിവ്യൂ ദേ പിടിച്ചു. നല്ലതാണോ? എരി കൂടുതലാണോ? നല്ല ചുമപ്പുണ്ടല്ലോ. നല്ലതാണോ? എങ്ങനെയുണ്ട് അപ്പ തന്തൂര്? ബട്ടർ നാൻ എങ്ങനെയുണ്ട്? എന്റെ ബിരിയാണി ഞാൻ കഴിച്ചു നോക്കട്ടെ. ലെറ്റ്സ് ട്രൈ ബിരിയാണി. ഓക്കെ, ടേസ്റ്റ് ഉണ്ട്, നല്ല. അപ്പം നമ്മൾ പൂനെയിലെ ആദ്യത്തെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സുനിൽ വാക്സ് മ്യൂസിയം ആണ്. സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന വാക്സ് സ്റ്റാച്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഏകദേശം 89 സ്റ്റാച്യൂസ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ കുറേയൊക്കെ ശരിക്കും ആൾ നിൽക്കുന്ന പോലെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. നമുക്ക് കയറി നോക്കാം എന്തായാലും. ഇതാണ് ലിസ്റ്റ്. ആൾക്കാർ ആരുടെയൊക്കെ വാക്സ് സ്റ്റാച്യൂസ് ആണെന്നുള്ള ലിസ്റ്റാണ്. ഇതാണ് മിസ്റ്റർ സുനിൽ കണ്ടല്ലൂർ. ആൾ മലയാളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഛത്രപതി ശിവാജി, ജവഹർലാൽ നെഹ്റുയുടെ വാക്സ് സ്റ്റാച്ചു. ഇവരൊന്നും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഹൗ ഗുഡ് ഇസ് ദ സ്റ്റാച്ചു എന്നുള്ളത് ആക്ച്വലി അറിയില്ല. ബട്ട് ശരിക്കും ഒരാൾ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി, അന്നാ ഹസാരെ, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരാളിരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ആളിപ്പോൾ എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ ഒരവസ്ഥ. ഈ സ്റ്റാച്യൂസിന്റെ ഒക്കെ ആൾക്കാരെ നേരിട്ട് കണ്ട് അവരുടെ മെഷർമെന്റ്സ് എടുത്ത് അവരുടെ തന്നെ ഡ്രസ്സും ഷൂസും ഒക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരാളിരുന്ന് ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്ന പോലെ ഇല്ലേ? ഈ കൈയുടെ ഒക്കെ ഒരു പെർഫെക്ഷൻ നോക്കിക്കേ. ഈവൻ ദ സ്മോൾ ലൈൻസ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാൽ താക്കറെയാണിത്. ദിസ് ഓൾസോ വെരി ലൈഫ് ലൈക്ക്. ശരിക്കും ആ മുടിയൊക്കെ ഇരിക്കുന്നു നോക്കി. ഭഗത് സിംഗ്, ഇതാണോ? കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. BR അംബേദ്കർ. ഇതാരിത്? ഞങ്ങൾ നേരിട്ട് കണ്ടായിരുന്നു കുവൈറ്റിൽ. ശരിയാ. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിയാണ്. കളർ ഓഫ് ദ വാക്സ് ഇസ് എ ലിറ്റിൽ. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇതാ ഞാൻ പറഞ്ഞ വെള്ളപ്പള്ളി നടേശൻ ഇവിടുത്തെ ബെസ്റ്റ് ഇതാണ്. ഫേസ് ഒക്കെ ഭയങ്കര. സുഭാഷ് ചന്ദ്രബോസ്, വാജ്പേയി, വല്ലഭായ് പട്ടേൽ. ഇതാറിത്? തലൈവർ. ഇത് നന്നായിട്ടുണ്ട്, കൊള്ളാം. സോനു സൂദ്. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത്ര പെർഫെക്റ്റ് ആയില്ല. ഡേവിഡ് ബെക്ഹാം, മറഡോണ. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്രകാശ് രാജ്. മെഴുകു പ്രതിമ ആയതുകൊണ്ടാണോ ഇത്രയും ഫേസ് ഓയിലി ആയിട്ടിരിക്കുന്നത്? ഇത് സൂപ്പറായിട്ടുണ്ട്, നല്ല ദിവസമുണ്ട്. ഹർഭജൻ സിംഗ് ഉണ്ട് ഇവിടെ. വിരാട് കോഹ്ലി നന്നായിട്ടുണ്ട്, ഫേസ് അടിപൊളിയായിട്ടുണ്ട്. ലത മങ്കേഷ്കർ, അതൊക്കെ നന്നായിട്ടുണ്ട്. ഹരിഹരൻ അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. AR റഹ്മാൻ കൊള്ളാം, പെർഫെക്റ്റ് അല്ല. യെല്ലോയിഷ് ടിന്റ് എല്ലാത്തിന്റെയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ സൽമാൻ ഖാൻ ഓൾസോ വെരി നല്ല രസമുണ്ട്. കരീന കപൂർ ആണോ? അതില്ല അല്ലെ, എന്തോ ഒരു ശരിക്കേട്. കൊള്ളാം, കറക്റ്റ്. പേടിപ്പിക്കാൻ
Oppa Gangnam Style. അത് കറക്റ്റ് സ്റ്റെപ്പ് ആണല്ലോ. നല്ല റിയലിസ്റ്റിക് ആയിട്ട്. ബാബ രാംദേവ്, സ്വാമി വിവേകാനന്ദ, മുഹമ്മദ് റഫി, ചാർലി ചാപ്ലിൻ, മിസ്റ്റർ ബീൻ, ക്വീൻ എലിസബത്ത്, ഇത് നന്നായി. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. നമ്മുടെ വീഗാലാൻഡിൻ്റെ ആണല്ലേ. ഇബ്രഹാം ലിങ്കൺ. പുള്ളിക്ക് പൂച്ചക്കണ്ണായിരുന്നു. Nelson മണ്ടേല. This is the smallest woman on earth. She has a Guinness record. ആക്ച്വലി ഇത്രയേ ഉള്ളൂ Of being the smallest. Yeah. ഈ എല്ലാ സ്റ്റാച്യൂസും ആക്ച്വലി ആ ആൾക്കാരുടെ തന്നെ ഹൈറ്റിലാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. ശരിക്കും ഇത്രയേ ഉള്ളൂ. ആള് ശരിക്കും ഒറിജിനലി ഇത്രയേ ഉള്ളൂ. ഈ ആളെ കാണണമെന്ന് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ആലപ്പുഴയിൽ ജനിച്ച് വളർന്ന് ഫൈൻ ആർട്സ് പഠിച്ച് കഴിഞ്ഞ 17 വർഷമായിട്ട് വാക്സ് മോഡലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ സുനിൽ. ലോനാവ്ല മ്യൂസിയം തുറന്നത് 2010-ലാണ്. 2017 ഓപ്പൺ ചെയ്തൊരു മ്യൂസിയം ദേവ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ട്. നമ്മളപ്പോൾ മ്യൂസിയം ഒക്കെ കണ്ടിറങ്ങി. നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആരും ഇവിടെ കണ്ടേന്ന് നോക്ക്. സുനിലേട്ടനെ നമ്മൾ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയൊരു സംസാരം നിങ്ങൾക്കും കൂടെ കേൾപ്പിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചു. താങ്ക് യു. ഇവിടെ തന്നെ ഉണ്ടോ എപ്പോഴും? പൂനെയിൽ ഞാൻ ആക്ച്വലി 15 വർഷമായി പൂനെ ലോണാവല വന്നിട്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. എൻ്റെ വീട് കണ്ടല്ലൂർ കായംകുളം. ഓക്കെ. അപ്പം നമ്മുടെ സ്റ്റുഡിയോയും വർക്കും വാക്സ് മോഡലിൻ്റെ വർക്കും ഒക്കെ നടക്കുന്നത് ഇവിടെ മേലുള്ള സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 ദിവസം നമ്മളിവിടെ തന്നെയാണ്. അപ്പോൾ മെയിൻ മ്യൂസിയം എന്ന് പറയുന്നത് ഈ ഇവിടെ ലോണാവലയിലാണ്. അല്ലാതെ നാട്ടിലുണ്ടോ? നാട്ടിൽ ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കൻ നടയിലാണ് നമ്മുടെ കേരളത്തിലെ കൂടുതൽ സെലിബ്രിറ്റീസ് എങ്കിലും നാഷണൽ സെലിബ്രിറ്റീസൊക്കെ ഉണ്ട് എങ്കിലും അവിടെയാണ് നാട്ടിലെ. ഇപ്പം ഞങ്ങളുടെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ വർക്കിലാണ് അയോധ്യയില്. UP ഗവൺമെന്റ് എനിക്ക് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട്. 2.5 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട് മ്യൂസിയം ഡെവലപ്പ് ചെയ്യാൻ. എൻ്റെ പ്രോജക്റ്റിന്റെ പേര് രാമായണം മ്യൂസിയം. അപ്പോൾ രാമായണത്തിലെ രാമനും സീതയും ലക്ഷ്മണ അവരുടെ ജീവചരിത്രവും വനവാസവും ഒക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ബിഗ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരു സെലിബ്രിറ്റി ചെയ്യുന്നതൊക്കെ ഒരാളിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ക്രിയേറ്റീവായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ചെയ്യാൻ പറ്റിയ വലിയൊരു ക്യാൻവാസാണ് രാമായണം മ്യൂസിയം. സോ ഐ എം സോ എക്സൈറ്റഡ്. അത് ഇപ്പം ബിൽഡിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി April 1 ചെയ്യാനുള്ളത്. എൻ്റെ ആദ്യത്തെ മ്യൂസിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് April 1, 2010-ലാണ്. അപ്പോൾ ഒരു നല്ല ദിവസമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന. പക്ഷേ മഹാകുംഭം വന്ന കാരണം നമുക്ക് ഫുൾ ട്രാഫിക് ആയിട്ട് നമ്മുടെ വർക്കൊന്നും നടത്തിയില്ല. അപ്പം 2 ദിവസം മുമ്പാണ് വീണ്ടും സ്റ്റാർട്ടായി. മെയ് മാസത്തിലോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്രയും ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റാച്യൂസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ? ഇല്ല, 2 വർഷമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങിന്റെ വർക്ക് അവിടെ വലിയ ബിൽഡിംഗ് ആണ്. നമ്മള് ഗവൺമെന്റ് സ്ഥലം തന്നു, നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി മ്യൂസിയം റൺ ചെയ്യണം. അവർക്ക് 10% ഷെയർ കൊടുക്കും. എല്ലാം നമ്മൾ ഫ്രീ ആണ്. നമുക്ക് എത്ര ഒരു ആസ് എ മലയാളി ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് ബിക്കോസ് this kind of governments are there in India. We are also proud. നമ്മളും ചേട്ടനൊരു മലയാളിയാണെന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു ഇവിടെ വന്ന് കാണാനും. സൂപ്പർ ആയിട്ടുണ്ട്. ഈ ചില സ്റ്റാച്യൂസിൽ ആക്ച്വലി ഒരു യെല്ലോയിഷ് ടിന്റ് പോലെ തോന്നി. അത് ആക്ച്വലി ഞാനൊരു 24 വർഷമായി ഈ വാക്സ് മോഡലിന്റെ വർക്ക് തുടങ്ങിയിട്ട്. എൻ്റെ ആദ്യം മുതലുള്ള വർക്കിന്റെ ഒരു ഷോക്കേസിങ് ഞാൻ ഇവിടെ ആണ്. ഇത്രയും വർഷമായിട്ടുള്ള ഒരു വലിയൊരു കളക്ഷൻ ആയിരുന്നു. മെയിൻ കളക്ഷൻ, മെയിൻ മോഡൽസ് എല്ലാം അന്ന് മുതൽ തുടങ്ങിയത്. ഇപ്പൊ പ്യൂർ വാക്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പ്യൂർ വാക്സിലാണ് ഈ യെല്ലോ കളർ വരുന്നത്. അതിന് ചില ഫൈഡിങ്, ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര കൂളാണ്. കൂൾ സമയത്ത്, കൂൾ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഇത് വാക്സ് ഒരുപാട് സോളിഡ് ആയിട്ട് ക്രാക്സ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ നെക്സ്റ്റ് സീസൺ വരുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറി മാറി. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ എക്സ്പെരിമെന്റ്സ് എല്ലാം ഇതിനകത്ത്, കെമിക്കൽ എക്സ്പെരിമെന്റ്സ്, മെറ്റീരിയൽസ് എല്ലാം നടന്ന ഒരു സ്റ്റുഡിയോ ഇത്. അപ്പോൾ അതിൻ്റെതായ എല്ലാം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് ഇസ് നത്തിങ്. നമുക്കിപ്പോൾ AC ഉണ്ട് മ്യൂസിയത്തിൽ. ഈ AC എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന ഗസ്റ്റിന് വേണ്ടിയുള്ളതാണ്. നമ്മളൊരു മനുഷ്യൻ എങ്ങനെയാണോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ചീത്തയാവും പൊടി കൊണ്ട്, ഡ്രസ്സ് അഴുക്കാവും പൊടി കൊണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഡ്രസ്സ് മുടിയെല്ലാം വാഷ് ചെയ്ത് വെക്കാം, ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ വളരെ സന്തോഷം കാണാൻ പറ്റിയതിൽ. അയോധ്യയിലെ പ്രൊജക്റ്റും തീർച്ചയായിട്ടും അപ്പം നമുക്ക് കോൺടാക്ട് ചെയ്യാം, ഞാൻ ഇൻഫോം ചെയ്യാം. തീർച്ചയായിട്ടും വരണം. അങ്ങനെ വാക്സ് മ്യൂസിയം ഒക്കെ കണ്ടിറങ്ങിയപ്പോൾ നമ്മൾ പുറത്ത് കണ്ടൊരു കുട്ടിയാണിത്. അവന് കുറച്ച് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് അവനോട് ചോദിച്ചപ്പോൾ അവൻ വളരെ കൂളായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു KFCയിലെ ബർഗർ മതി. അത് വാങ്ങിക്കാൻ പോയ സീനാണ് ഈ കാണുന്നത്. അവന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. കൂപ്പാസ് ഫഡ്ജസ് ആൻഡ് ചിക്കീസ്. ചിക്കീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫഡ്ജ് പോലെ, ഈ കപ്പലണ്ടി മിഠായി പോലെ എന്തോ ആണെന്നാണ് വെള്ളിയേച്ചി പറയുന്നത്. ഇവിടുത്തെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെള്ളിയേച്ചി ഞങ്ങൾ കൂമ്പിനിട്ടിടിക്കും. ഇതാണ് ഈ ചിക്കി എന്ന് പറയുന്ന സാധനം. ഈ ലോണാവലയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ചിക്കി എന്ന് പറയുന്നത്. പല ഫ്ലേവേഴ്സിൽ ചിക്കി അവൈലബിൾ ആണ്. നമ്മൾ താഴത്തെ ഫ്ലോറിൽ കുറച്ച് പേസ്ട്രീസ് ഒക്കെ കണ്ടു. എന്നിട്ട് മേളിൽ റെസ്റ്റോറന്റിൽ പോയാണ് ഓർഡർ കൊടുത്തത്.
അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് ഹേസൽനട്ട് ബ്രൗണി വന്നു, പേ ഓൺ ചോക്ലേറ്റ് വന്നു, കോഫി വന്നു. ആ ചോക്ലേറ്റ് ഹേസൽനട്ട് ബ്രൗണി ഒരു രക്ഷയിലായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കോഫിയും നല്ലതായിരുന്നു. ഇനി ഒരു 1.5-2 മണിക്കൂറിന്റെ ഡ്രൈവിന് ശേഷം നമ്മൾ ജോലി കഴിഞ്ഞിരിക്കുന്ന ശ്രീയെയും കൊച്ചേച്ചിയും പിക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ അംഗസംഖ്യ കൂടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ രണ്ടുപേരെയും കൂടെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നിത് നമ്മൾ സാഫ്രൺ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഹോട്ട് ആൻഡ് സവർ സൂപ്പ്, പ്രോൺസ് ഫ്രൈ, മസാല മഷ്റൂം, പഞ്ചാബി ചിക്കൻ, മസാല ക്രാബ്. പിന്നെ ശ്രീ ഒരു സീ ഫുഡ് ലവറാണ്, അപ്പോൾ ഒരു ഫിഷ് ബിരിയാണി. കഴിച്ചിട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം അവരുടെ ഇലക്ട്രിക് സ്കൂട്ടറും സൈക്കിളും ഒക്കെ എടുത്ത് ഓടിച്ചു നോക്കണമെന്ന്. ഇവർ ഈ താമസിക്കുന്ന ലൊക്കാലിറ്റി ഭയങ്കര നല്ലതാണ്, സുസ്ഗാം. ഇവർക്ക് എന്ത് വാങ്ങിക്കാനുണ്ടെങ്കിലും അടുത്തടുത്ത് തന്നെ കടകളുണ്ട്. നല്ല പീസ് ആൻഡ് കാം, നല്ല സ്ഥലം. നാളെ ശ്രീയുടെയും വെള്ളിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ചാച്ചൻ സീക്രട്ട് ആയിട്ട് പോയിട്ട് ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് റൗണ്ട്സ് യൂണോ കളിച്ചു. 4 പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉറങ്ങാമെന്ന്. ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ്. ഞങ്ങൾ 3 പേരും കൂടെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് അടി ഉണ്ടാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗെറ്റിംഗ് റെഡി വിത്ത് യുവർ ഗേൾസ് ഇസ് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. റെഡി ആയി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇന്നും കിട്ടിയ ഒരു പൂ. അപ്പൊ നമ്മുടെ പൂനെയിലെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ രാവിലെ തന്നെ 12 മണിയായപ്പോൾ ഇറാനി കഫേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇച്ചിരി ഓപ്പൺ ആണ്, കുറച്ച് ചൂടൊക്കെയാണ്, എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയത്തില്ല. എനിവേ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ 24 hours ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ മൊത്തം അവരൊരു ഇറാനി ആർട്ടും ആർക്കിടെക്ചറും ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ആർഡീസ് എന്ന് പറയുന്നത് പൂനെയുടെ സ്വന്തം സോഡയാണ്. 137 വർഷമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ചിക്കൻ ബുർജി, എഗ് ബുർജി, ചിക്കൻ മസാല ഓംലെറ്റ്, ചിക്കൻ ചീസ് മസാല ഓംലെറ്റ്, ചിക്കൻ ബുർജി പ്രൊഡാസ്റ്റ്. എന്ത് പറ്റി? ശരി, വന്നവര് തുടങ്ങിക്കോളൂ. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വില്ലേജിലെ മട്ടൺ കട്ട്ലറ്റും ഞങ്ങളുടെ ടീ, കോഫി, കോൾഡ് കോഫി ഒക്കെ വന്നു. നല്ലതായിരുന്നു. We are going to an escape room, guys. Escape room and neon games. അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ മിസ്റ്ററി സോൾവ് ചെയ്യുവോ? പിന്നല്ല. സ്റ്റെല്ലാർ എൻക്ലേവ് എന്ന് പറയുന്ന ഒരു മോളിലേക്കാണ് നമ്മളിപ്പോ ചെന്ന് കയറുന്നത്. ഇവിടെ തന്നെ ആണെന്ന് തോന്നുന്നു. നീയാണോ മിസ്റ്ററി സോൾവ് ചെയ്യുന്നത്? ഞങ്ങളിൽ മിക്കവരും ആദ്യമായിട്ടായിരുന്നു എസ്കേപ്പ് റൂം കളിക്കുന്നത്. ഇവിടെ 3 തീംസ് അവൈലബിൾ ആയിരുന്നു. നമ്മൾ ചൂസ് ചെയ്തത് ബാങ്ക് ഹൈസ്റ്റ് ആണ്. സാധാരണ എല്ലാ എസ്കേപ്പ് റൂമും പോലെ തന്നെ നമ്മളെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടും, ക്ലൂസ് വെച്ചിട്ടുണ്ടാവും. ക്ലൂസ് കണ്ടുപിടിച്ച് നമ്മൾ താക്കോല് കണ്ടുപിടിച്ച് പുറത്തിറങ്ങണം. തരുമെന്ന് പറഞ്ഞ 3 ക്ലൂസ് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ചോദിച്ചെങ്കിലും 1 മണിക്കൂറിന് പകരം 1.25 മണിക്കൂർ എടുത്തെങ്കിലും നമ്മൾ അവസാനം താക്കോലും എക്സിറ്റും ഒക്കെ കണ്ടുപിടിച്ചു. എല്ലാം സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റിയോ? എങ്ങനെയുണ്ടായിരുന്നു എസ്കേപ്പ് റൂം? പിന്നെ നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മോളിൽ കയറി ചെറിയൊരു ജ്യൂസൊക്കെ കുടിച്ച് പോവാന്ന് വിചാരിച്ചു. രണ്ടുപേര് കംപ്ലൈന്റ് പറയാൻ പോയേക്കോ. ഒരാൾക്ക് ഐസ് ഇല്ല, ഒരാൾക്ക് ഷുഗർ ഇല്ല. ഇറങ്ങി വന്നപ്പോൾ ടയർ പഞ്ചർ. ചാച്ചൻ പിന്നെ ആരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ശരിയാക്കി. നമുക്കിനി വീട്ടിൽ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് റിഫ്രഷ് ആവാം. ചായ കുടിക്കാന്നൊരു ഇതിന് പറഞ്ഞാലും കോഫിയാണല്ലോ നമ്മുടെ മെയിൻ. ഇപ്പോഴും കോഫി മേക്കിംഗ് വില്ലേജിലെ ഡ്യൂട്ടി തന്നെയാണ്. കൂടെ അടുത്തുനിന്ന് വാങ്ങിച്ച കുറച്ച് ഇന്ത്യൻ സ്നാക്സും കൂടെ കഴിച്ചു. നമ്മളിപ്പോൾ ഒരു CNG പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി അർട്ടിക്കയാണ്. ആക്ച്വലി രണ്ടും ഉണ്ട്, പെട്രോളിലും ഓടും CNGയിലും ഓടും. നമ്മുടെ പെട്രോൾ ഇത് തുറക്കുമ്പോൾ ഇത് പെട്രോളിൻ്റെയും ഇത് CNGയുടെയാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം ശരിക്കും പെട്രോളാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ CNG ഓടിക്കുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ പോയി കാണണേ. നമ്മളൊരു ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചധികം സെറാമിക് ഐറ്റംസ് കാണുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്കും കുറെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസിന്റെ സ്റ്റോൾസ് പോലെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇഷ്ടം പോലെ ബോൾസ്, ഫ്ലവർ പോട്ട്സ്, ഫ്ലവർ വാസസ്, ടീ കപ്സ്, ഇതാ ബാത്റൂം സെറ്റ്സ്, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. എല്ലാം ഇങ്ങനെ സെറാമിക് ഐറ്റംസ് ആണ്, ഒരേ ഒരു പാറ്റേണിലൊക്കെ വരുന്ന രീതിയിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നോക്ക്, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ഇത് ഈ ലൈറ്റും ഡിഫ്യൂസറും ഒക്കെ ആയിട്ട് വരുന്ന സംഭവമാണ്. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു. ഇത് കണ്ടോ, ഡിന്നർ സെറ്റൊക്കെ ഉണ്ട്, സൂപ്പർ. അതാ എനിക്കിങ്ങനെ ഫേസ് വരുന്ന പോട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. കുപ്പികളുണ്ട്, ഇതെല്ലാം വാസസ് ആണ്. ഒരു ഏരിയ മൊത്തം ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ഗിഫ്റ്റ് ഐറ്റം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്കാൻ പറ്റുമോ എന്നോ നോക്കാനാണ് വന്നത്. പക്ഷേ എല്ലാം ഇച്ചിരി വെയിറ്റ് ഉള്ളത്, എല്ലാം സെറാമിക് ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നോക്കണം, ഭയങ്കര ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളായിരിക്കും. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ട്രാവൽ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ലൈക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ യൂസ് ചെയ്യാനാണെങ്കിലും എല്ലാം സൂപ്പർ നല്ല ലുക്കുള്ള പാത്രങ്ങളാണ്. ഈ സ്ഥലങ്ങളുടെ ഒക്കെ പ്രോഡക്ട്സ് ആണ് ഇവിടെ വരുന്നത്. രാജസ്ഥാൻ, പഞ്ചാബ്, കൊൽക്കത്ത, മഹാരാഷ്ട്ര, ദില്ലി, ഗുജറാത്ത്, അങ്ങനെ. അപ്പൊ എന്താ ഇവിടെ എടുക്കുന്നത്? അതാ പ്രശ്നം, ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? വെല്ലേച്ചി എന്താ ഇവിടുന്ന് വാങ്ങിക്കുന്നത്? വെല്ലേച്ചി ഇവിടെ തന്നെയുള്ള ആളല്ലേ? ഞാൻ കുറച്ച് ഡിഷസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വാട്ട് കൈൻഡ്? കിച്ചൺ ആണോ? ഒബ്വിയസ്ലി കിച്ചണിലേക്ക് ഐ ലവ് ദ കിച്ചൺ വെയർ ഇവിടുത്തെ കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി വിൽ ടേക്ക് സംതിങ്. ഏരിയ ഒന്ന് അകത്തോട്ട് കയറുവാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പല സ്റ്റോൾസ് ആയിട്ട് ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല റഗ്, നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു ഹാർഡ് മെറ്റീരിയൽ വരുന്ന റഗ്ഗാണ്, ടൈഗറിന്റെ രൂപത്തിൽ. ഇതെല്ലാം അങ്ങനെ റഗ്സ് ആണ് വരുന്നത്, പല പല പാറ്റേൺസിൽ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ടോയ്സ് ആണ്. ഷോ പീസസ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് ഈ അച്ചുവിൻ്റെ അമ്മയിലെ പോലെ പിവളയും പ്ലാസ്റ്റിക് വളയും ഒക്കെ ഉണ്ട്, ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ വർക്കൊക്കെ. ഇത് ഹാൻഡ്ലൂമാണ്, ബെഡ്ഷീറ്റ്സ് ആൻഡ് പില്ലോ കേസസ്. ഇത് ഹാൻഡ്ലൂം ഷീറ്റാണ്, അലക്കി കഴിയുമ്പോഴാണ് സോഫ്റ്റ് ആകുന്നതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇച്ചിരി ഒരു അത്ര സ്മൂത്ത് അല്ല. ഇതിന് 1000 ആണ് റേറ്റ് വരുന്നത്. പ്രിന്റഡ് ആണെന്നുണ്ടെങ്കിൽ 750 നിന്നാണ് സ്റ്റാർട്ടിങ്, ഡബിൾ ഷീറ്റിന്. ഹാൻഡ്ലൂം സാരീസ് ഉണ്ട്, ഇങ്ങനെ സ്കേർട്സ്, കുർത്താസ്, കുട്ടികളുടെ ഉടുപ്പൊക്കെ ഉണ്ട്. ജൂത്തീസ് ഉണ്ട് ഇവിടെ, വേറെ ജൂത്തീസ് ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. തോർത്താണോ അത്? 2 എണ്ണത്തിന് 500. What are we looking at? ഓ, പെറ്റ്സിന്റെ പൂടൊക്കെ എടുക്കുവോ? അതോ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ? മാജിക് വൈപ്പാണ് ഗൈസ്. ഇതിനകത്തേക്ക് സാധനം പോയാൽ പിന്നെ ഇത് തുറന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഒറ്റ വൈപ്പിന് ലിക്വിഡ് മൊത്തം അത് അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത്. 150 rupees ഓൺലി. കുറെ ആക്സസറീസും ജ്വല്ലറിയും ഹെയർ ആക്സസറീസ് ഉണ്ട്, ചീപ്പ് ഉണ്ട്. ഈ ഒരു കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലായിരിക്കും അല്ലേ? എടുത്തു നോക്കാം. 50 rupees ആണ് ഇതിന്. ഗാർലിക് ഇങ്ങനെ മിൻസ്, ഇത് കണ്ടോ, ഗാർലിക് മിൻസ് ഇങ്ങനെ. നൈഡുവിന്റെ കയ്യിൽ അതല്ലേ ഒരെണ്ണം ഉണ്ട് ഓൾറെഡി. നിങ്ങൾ അച്ചാർ വാങ്ങിക്കണോ ഗൈസ്? സ്പൈസസ് ആണോ? അച്ചാർ ഏതാ? എന്താണിത്? മുളകാ? ഇറ്റ്സ് വെരി സ്പൈസി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ? ഹൗസ് ഇറ്റ്? മുളകിന്റെ അല്ലേ? സോ യു ബൈയിങ്? ഇനി നമ്മൾ ഡിന്നറിന് പോവാണ്. ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ലേ സ്റ്റോൺ എന്നാണ് അതിന്റെ പേര്. ഇവിടുത്തെ ആംബിയൻസ് ഒന്നും ഒരു രക്ഷയില്ല. ലൈവ് മ്യൂസിക്കും ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. അതുപോലെ ഒരു ഡാൻസ് ഫ്ലോറും ഉണ്ട്. ഇവിടെ ആക്ച്വലി നമ്മൾ എത്തിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ലോങ് ക്യൂ വെയിറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളൊരു വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടേബിൾ റെഡിയാക്കി കിട്ടി. ട്രഡീഷണൽ സൂപ്പ് വന്നിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ല, നല്ലതല്ലേ? ചെറിയൊരു കറി ടേസ്റ്റാ. ഇത് ടെമ്പുര പ്രോൺസ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടറിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത സുർമൈ, അതായത് കിങ് ഫിഷിന്റെ ഫ്രൈ ആണ്. സൂപ്പറാ, എൻജോയ് ചെയ്ത് ശ്രീ കഴിക്കുന്നുണ്ട്. മഷ്റൂം, ഈ മഷ്റൂമിനുള്ളിൽ ഒരു പനീർ ഫില്ലിംഗ് ഉണ്ട്. ചിക്കൻ ദിൽറൂബ, മട്ടൻ സുക്ക, ബട്ടർ കുൽച്ച. അത് ആക്ച്വലി വെള്ളിച്ചയുടെ ഓർഡർ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, സൂപ്പറാ. തന്തൂരി റൊട്ടി, ആന്ധ്ര മുർഗ്, ചിക്കൻ ആല കിങ്. എങ്ങനെയുണ്ട് കിങ്? ഇതാണോ പ്രതീക്ഷിച്ചത്?
ഇതാണ് എന്റെ ഓറഞ്ച് പപ്രിക്ക ചിക്കൻ. നല്ല കറുത്താണല്ലോ ഇരിക്കുന്നത്. ഇതാദ്യം വന്നപ്പോൾ കണ്ടിട്ട് നല്ല ലുക്ക് തോന്നിയെങ്കിലും കഴിച്ചു നോക്കിയപ്പം തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനൊരു ബ്ലാൻഡ് ടേസ്റ്റ് ആണ് വരുന്നത്. മേ ബി ദ ഡിഷ് ഇസ് സപ്പോസ് ടു ബി ദാറ്റ് വേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം ആയിരുന്നില്ല. അതുകൊണ്ട് ഐ വാസ് വെരി ഡിസപ്പോയിന്റഡ്. അങ്ങനെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ഡിന്നറിന് ശേഷം ഞങ്ങൾ ദാ ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ പോവുകയാണ്. സമയത്താ ഇപ്പൊ 12:28. നല്ല ക്ഷീണമുണ്ട്. ഫേസ് കണ്ടാ. ഇന്ന് പൂനെയിലെ ലാസ്റ്റ് നൈറ്റ് ആണ്. നാളെ നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോവാണ് രാത്രിയിൽ. നാളത്തെ ദിവസം ICC ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽസ് നടക്കുന്ന ദിവസമാണ്. നമ്മൾ പകല് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ടൈം ആയപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കണ്ടത് ഇതാ. ആ ബഹളത്തിന്റെ ഇടയ്ക്കൂടൊക്കെ എങ്ങനെയോ പൂനെ എയർപോർട്ടിൽ എത്തി. സോ ദാറ്റ് വാസ് our short and sweet trip to Pune. I hope you enjoyed the vlog. See you in the next one. അപ്പൊ നമ്മുടെ കേൾക്കത്തില്ല എത്ര ദൂരം. ഞാൻ ഇച്ചിരി അടുത്ത്. We are taking a reels, guys. ഞാൻ തൊട്ടതൊന്നും ശരിയായിട്ടില്ല. I do, I do, I do, I do, I do, I do, I do.